Good afternoon. Good afternoon, Miss. Class എന്താ Good student afternoon, Miss. Good afternoon, Miss. Yeah, good afternoon. ജോലി ചെയ്യുന്നേ ഉള്ളൂ എല്ലാവരും മിസ് മുടിയിൽ എന്തെങ്കിലും ചെയ്തോ? മുടി സ്ട്രൈറ്റ് ചെയ്തു. ഇപ്പോഴാണ് കാണുന്നേ. ഞാനിപ്പോഴാ മിസ്സിന്റെ ക്ലാസ്സിൽ ലൈവ് കയറുന്നേ. സ്ട്രെങ്ത് കുറവാണല്ലോ ഇപ്പൊ ക്ലാസ്സില്. പൊതുവെ ഇങ്ങനെ തന്നെയാണോ? പറയൂ. കേറുമായിരിക്കും. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലും ആരും ഒന്നും പറഞ്ഞൊന്നും കേട്ടില്ല. സ്റ്റാർട്ട് ചെയ്താലോ? പ്രയർ, ബർത്ത്ഡേ ആൻഡ് സൈനിങ്. സൗണ്ട് കുറവാണല്ലോ ടീച്ചറെ. എനിക്കാണോ കേൾക്കുന്നില്ല? സൗണ്ട് കേൾക്കാം മിസ്സേ, നല്ലതായിട്ട് കേൾക്കാം. എന്റെ ഫോൺ എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് കുറഞ്ഞതിലേ കേൾക്കുന്നുള്ളൂ. ഒന്ന് ചോദിച്ചു. എടാ അത് വോളിയം ഒന്ന് കൂട്ടി നോക്ക് ഫോണിന്റെ. അതൊക്കെ കൂട്ടിയിടാം. പക്ഷെ കൃപ പറയുന്നൊക്കെ നല്ല സൗണ്ടിലേക്കുണ്ട്. ടീച്ചർ പറയുന്ന മാത്രം കുറച്ച് സൗണ്ടിലേക്കുന്നുള്ളൂ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എനിക്ക് കേൾക്കാം മിസ്, കുഴപ്പമില്ല. സഫി ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രയർ അല്ല, പ്രയർ ആലോചിച്ചില്ല. ബർത്ത്ഡേ സൈനിങ് ഇതൊക്കെ പറയൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Prayer water. Everything I am, everything I am, everything I will, everything I will be. I give it to you, Lord. I give it to you, Lord. And do it thankfully, thankfully. Everything I have, everything I have, all you have given me. I give it to you, Lord. I give it to you, Lord. And do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Is a gift to you. Is a gift to you. Thank you. ഓക്കെ. തോട്ട്സ് ഞാനാണ്. Good afternoon and good afternoon, my dear friends. Today's thought: education is a natural process carried out by the child and is not acquired by listening to words but by experiences in the environment. Dr. Maria Montessori. വിദ്യാഭ്യാസം ഒരു കുട്ടി നടത്തുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് വാക്കുകൾ കേൾക്കുന്നതിലൂടെയല്ല, മറിച്ച് പരിസ്ഥിതിയിലെ അനുഭവങ്ങളിലൂടെയാണ്. ഓക്കെ. സൈനിങ്. മിസ്സസ് സൈനിങ് ഞാനാണ് കൃപ. Good afternoon, dear teacher and my dear friends. Today signing was conducted by Krupa. I signing with a beautiful alphabet song. A and B, two great items. A is sacks and B is box. C and D, two fat people. C the conductor and D the driver. E and F, two fine birds. E the eagle and F the falcon. G and H, two beautiful animals. G the goat and H the horse. I and J, two eating places. I for Italy and J for Japan.
Now, dear children, hold your breath and once again say A till J. So, all of you listen to the class very carefully. Best wishes, all of you. Thank you. Okay. Yeah. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു? സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. അതായത് നമ്മൾ പോർഷൻ എവിടെ വരെ എടുത്തു? പറഞ്ഞേ. ഇനി തേർഡ് ഗ്രൂപ്പ് അല്ലേ? എവിടെ? മിസ്സേ, ഞാൻ ഏത് ഗ്രൂപ്പിലാണ്? അറിയില്ല കേട്ടോ. ഗ്രൂപ്പേ അറിയില്ല. അന്ന് ആ ടൈമിൽ ഞാൻ ഗ്രൂപ്പ് അല്ലായിരുന്നു. ഇല്ലില്ല. അന്ന് ഗ്രൂപ്പ് തിരിച്ചപ്പോ ക്രിബ് അല്ലായിരുന്നു എന്ന് പറയാം. ഓക്കെ. അപ്പൊ തേർഡ് ഗ്രൂപ്പ് എവിടെ? മെമ്പേഴ്സ് എവിടെ? ആരൊക്കെയായിരുന്നു? ഉണ്ടെന്നില്ല. ടോപ്പിക് ഏതായിരുന്നു? റിപ്പോർട്ടിംഗ് ഓഫ് ഇമ്പറേറ്റീവ്സ്. ഇമ്പറേറ്റീവ്സ് ആണ്. ഓക്കെ. അപ്പൊ ആ ടോപ്പിക് ആർക്കാ തന്നെ? ഞാൻ ക്ലാസ്സിൽ ആരുമില്ല? ആർക്കെങ്കിലും അറിയോ? ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് നമ്പർ 3 ആരൊക്കെയാണ്? മെമ്പേഴ്സ് ആരൊക്കെയാണ്? ആർക്കെങ്കിലും അറിയോ? ഇല്ല, ആരും മിണ്ടുന്നില്ല. എന്താണിത്? ഗ്രൂപ്പ് നമ്പർ 4 ഉണ്ടോ? ഗ്രൂപ്പ് നമ്പർ 4 ഉണ്ട്. 4 ഉണ്ട്. 4 എല്ലാവരും ഉണ്ടോ? 4-ല് എല്ലാരും ഉണ്ടോന്ന് നോക്കിയില്ല. ഞങ്ങള് എന്താ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നയാ. പക്ഷെ ഒരു ക്ലാസ് എടുത്ത ഒരു ഡെമോ ക്ലാസ് ഞങ്ങൾ എല്ലാവരും 4 പേരും കൂടി എടുത്തിട്ട് പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇന്ന് ഗ്രൂപ്പ് 3 ആണല്ലോ, അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് അത് സെറ്റ് ചെയ്യാന്ന് എഴുതിയിരിക്കുവായിരുന്നു. അതുകൊണ്ട് എല്ലാരും കയറിയോന്ന് അറിയില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ്. ഇനി എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പ് നമ്പർ 3 എവിടെ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പ് നമ്പർ 3 മെമ്പേഴ്സ് ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഗ്രൂപ്പ് നമ്പർ 3 ആരൊക്കെയൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല. ആരൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 3? ഹഫീസയുടെ ഒക്കെ ഗ്രൂപ്പാന്ന്. ഹഫീസ, അഞ്ജു അവരൊക്കെയാന്ന്. ഇവരാരും ക്ലാസ്സിലില്ല. എന്താ ഇപ്പൊ ചെയ്യാ? 4 പറയട്ടെ. 4 റെഡിയാണോ? 4 റെഡി ആയിട്ടില്ല. ഞാൻ അടിയിൽ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാ ഇപ്പോ? ഒരു കാര്യം ചെയ്യൂട്ടോ, നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ എന്തിനാണ് ഡിവൈഡ് ചെയ്ത് തന്നെ? ഓരോ ഗ്രൂപ്പ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തു, ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് കൊടുത്തു. കറക്റ്റ് ചെയ്യുന്നേ അല്ലേ? ക്ലാസ്സില് മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കട്ടോ. ഫസ്റ്റ് ആണ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാനുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് ഗ്രൂപ്പ് നമ്പർ 3 and 4 അവരെ മാത്രം എടുക്കേണ്ടതാണ്. മറ്റെല്ലാ പോർഷനും കംപ്ലീറ്റ് ആണ്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇമ്പറേറ്റീവ്സ് എടുക്കാൻ റെഡി അല്ലെങ്കിൽ, അത് ആ ഗ്രൂപ്പ് വരെ റെഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ 4 തരും കേട്ടോ. അപ്പൊ 4 പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ മിസ്, ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നോളാം. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ആയിട്ടില്ല. ടോപ്പിക് എടുക്കണേ. ക്ലിയർ ആയില്ലല്ലോ മിസ്റ്റർ, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് സ്പ്ലിറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളുടെ കണ്ടിന്യൂവേഷൻ. അപ്പൊ എല്ലാവരും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് ഇന്നാണ് പിന്നെ ഞങ്ങൾക്കൊരു ഡെമോ ക്ലാസ് ഞങ്ങൾ നടത്തിയിട്ട് വയ്ക്കാന്ന് കരുതി, വീഡിയോ ഇത് വച്ചിട്ട് വയ്ക്കാന്ന് കരുതിയാണ് ഇരിക്കണേ. അപ്പൊ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ റെഡിയാ. നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാ മെമ്പേഴ്സും ഉണ്ടാവുന്ന ക്ലാസ്സിൽ കേട്ടോ. അത് മസ്റ്റാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തന്നെ ഇത്
എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവരുടെ കൂടെ ഞാൻ പറയുന്നുണ്ട്. ഒരു വർക്ക് ഞാൻ തന്നു കഴിഞ്ഞാല് അത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളല്ലേ? ശരിയാണോ അല്ലയോ? അതെ മിസ്. അതെ, കുഞ്ഞു കുട്ടികളൊന്നല്ലല്ലോ ആരും, അല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇന്ന് ഗ്രൂപ്പിൽ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പിലും ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്നത്തെ ആരൊക്കെയാണെന്നൊന്നും അറിഞ്ഞില്ല. ഓക്കെ, എന്താണ് ഇനി ഞാൻ എന്താ എടുക്കുക? ചാപ്റ്റർ ഞാൻ എടുക്കാൻ പറ്റില്ലല്ലോ. ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഒരു ചാപ്റ്ററിലേക്ക് പോവാം. പോർഷൻ നമുക്ക് നോക്കാം. യൂണിറ്റ് 13 ആണേ. യൂണിറ്റ് 13 പറയുന്നത് ഫ്രേസൽ വേർബ് ആണ്. ഒരു 60 ഫ്രേസൽ വേർബ്സ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പക്ഷെ അത്രയും പഠിക്കുന്നത് പോസിബിൾ ആണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പോസിബിൾ ആണ്. പക്ഷെ മിക്ക ക്ലാസ്സിലും എക്സാമിന് മിസ് ഇതൊക്കെ വരും എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എല്ലാം പഠിക്കണോ മിസ്, എക്സാമിന് ഇതൊക്കെ വരും, ഇമ്പോർട്ടന്റ് ആയത് മാത്രം എന്ന് പറഞ്ഞു തരൂ എന്ന് പറയും. ഓക്കെ, അപ്പോ അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. എല്ലാ ക്ലാസ്സിലേക്ക് ഈക്വൽ അല്ലേ? അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആയത് മാത്രം അല്ല. അത് വെച്ചിട്ട് അത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞു. എക്സാമിന് വേണ്ടി അത് മാത്രം പഠിച്ചാൽ മതി, ഓക്കെ. പക്ഷെ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോൺസ് ഒന്നുമില്ല. ക്ലാസ് എന്താ എന്ത് പറ്റി നിങ്ങൾക്ക്? ക്ലാസ് സംസാരിക്കുന്നവരില്ലാത്തതുകൊണ്ടാണോ? അതൊക്കെയാണ് എല്ലാവരും. അപ്പോ ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞു തരാം, അത് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഫ്രേസൽ വേർബ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഗെറ്റ് ഔട്ട് ഒക്കെ പറയുന്നത് ഫ്രേസൽ വേർബ് തന്നെയാണ്. ബ്രേക്ക് ഔട്ട് ഫ്രേസൽ വേർബ് ആണ്. പുട്ട് ഓഫ്, പുട്ട് ഇൻ ഇതൊക്കെ ഫ്രേസൽ വേർബ് ആണ്. അപ്പൊ ഇതെല്ലാം പഠിക്കേണ്ടത് ആവശ്യമല്ലേ? അല്ലെ? നമുക്ക് അറിയാത്തൊരു കാര്യമാണല്ലേ. എന്താണ് പുട്ട് ഇൻ, എന്താണ് പുട്ട് ഓഫ്, എന്താണ് ഗെറ്റ് ഓൺ, എന്താണ് ഗെറ്റ് ഇൻ, എന്താണ് ഗെറ്റ് അവേ, കട്ട് അക്രോസ്, ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് അല്ലെ? ഗെറ്റപ്പ് അറിയാം, ഗെറ്റപ്പ് നമ്മൾ അറിയാണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ഗെറ്റപ്പ് അറിയാം അല്ലെ? ഗിവ് അവേ ഇപ്പൊ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്ത് പിന്നെ ഗിവ് അവേ എന്താണെന്ന് അറിയാം അല്ലെ? കൊറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വേർഡ് പഠിച്ചു, ഗിവ് അവേ എന്നുള്ള ഫ്രേസൽ വേർബ് പഠിച്ചു. ഓക്കെ, അപ്പൊ അതേപോലെ ഒരുപാട് ഫ്രേസൽ വേർബ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതെല്ലാം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബുക്ക് എടുത്തിട്ട് ചാപ്റ്ററിന്റെ നമ്പർ എഴുതാം, ഹെഡിങ് എഴുതാം, ഇമ്പോർട്ടന്റ് ആയത് എക്സാം വൈസ് ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഇതാണ് പറയുന്നത്. ഓക്കെ, the first one, break away. First one, break away. നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് എഴുതാം, അല്ല ഫ്രേസൽ വേർബ് ആയിട്ട് തന്നെ എഴുതുന്നെങ്കിൽ അങ്ങനെ എഴുതാം. ഏതാണെന്ന് വെച്ചാൽ പറയാം, സ്പീഡ് കൂടി അതും പറയാം. ഓക്കെ, so the first one, break away. Then the fifth one, break out. Break out meaning എന്താ? To begin suddenly. Break away എന്താണ്? Escape ആണ്, escape ചെയ്യുക. Okay. Fifth one, break out. Second one ആണ്. Fifth one, break out. The third one, number 8, bring out. Number 8, bring out. Bring about ആണ്. Sorry, bring out അല്ല, bring about. 8, number 8. The third one, bring about. And 11th one, bring in. 11th one, bring in. ഒരു ഡൗട്ട്, ബ്രിങ് അബൌട്ടില് പ്രൊഡ്യൂസ് എന്നൊരു അങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ടോ? കേട്ടില്ല. റെഡ്യൂസോ?
produce. PRODUCE, produce. പ്രൊഡ്യൂസോ ഞാൻ പറയാം കേട്ടോ. നോക്കട്ടെ നോട്ട് ചെയ്ത് വെക്കും ഫസ്റ്റ്. ഇപ്പൊ ഇവിടെ വരെ പറഞ്ഞു ബ്രിങ് അബൌട്ട്, ബ്രിങ്ങിൻ വരെ പറഞ്ഞു. then bring in, 11th one bring in, then 15, number 15, call at, call on, call at ചെയ്താലും മതി, call on അല്ലെങ്കിൽ call at ആയാലും മതി കേട്ടോ. 15, number 15, call at. Then number 16, call upon. 16, call upon. And 19, carry out. 19, carry out. 20, come about. 20, come about. 22, come by. 22, come by. 25, cut across. 25, cut across. Cut across. 26, cut down. 26, cut down. 29, get over. 29, get over. 31, get through. 31, get through. 34, give up. Give up. 34, give up. 39, look after. 39, look after. 42, make out. 42, make out. 39 ഏതാ? 39, look after. Look after. 42, make out. 46, put across. 46, put across. 49, put on. 49, put on. 67, wind up. 67, wind up. And the last one, 69, cling to. Last one, cling to. Number 69. Okay, clear? ഓക്കെ. Yeah. Numbers മാത്രം ടൈപ്പ് ചെയ്യണോ? വേണോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് മിസ്സേ. Okay.
അപ്പോ ഫ്രേസൽ വേർബില് നിങ്ങൾ ഇത് മാത്രം പഠിക്കുക, ഇത് മാത്രം ചാൻസ് ഉള്ളൂ. മിസ് ഒന്നുകൂടെ നമ്പേഴ്സ് മാത്രം ഒന്ന് പറയോ? നമ്പേഴ്സ് ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാവേ. ഓക്കെ. നമ്പേഴ്സ് പറയൂ, നോക്കൂ. 1, 5, 8, 11, 15, 16, 19, 20, 22, 25, 26, 29, 31, 34, 39, 42, 46, 49, 67, and 69. Okay. അപ്പൊ ഈ ചാപ്റ്ററിന് ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ, മാത്രം പഠിക്കാം. എക്സാമിന് വേണ്ടി മാത്രം ഇത് പഠിക്കാന്നേ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇത്രയും നമ്പേഴ്സ് ഉണ്ടല്ലോ മിസ്സേ, സോ എല്ലാം പഠിക്കണോ എന്ന് ചോദ്യത്തിന് ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയത് കുറച്ച് എടുത്തേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഫ്രേസൽ വേർബ് എന്ന് പറയുമ്പോൾ ഇതൊന്നല്ല, ഒരുപാടുണ്ട്. അപ്പോ എത്രത്തോളം പഠിക്കുന്നു അത്രയും നമ്മൾക്ക് നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പോ ഡോറസ് പിക്ചർ നിങ്ങൾ എടുക്കാതെ അത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഫ്രേസൽ വേർബ് ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇനി എന്താ ചെയ്യാ, ഞാൻ ഒരു ചാപ്റ്ററിലേക്ക് പോകണോ അതോ ഇനിയുള്ളത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ കോൺകോർഡ് ആൻഡ് ആർട്ടിക്കിൾ ആണ് കോൺകോർഡ്. അതാണ് ഇതിന് എടുക്കാനുള്ളത്. ഓക്കെ, ഇതിനുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇപ്പോഴത്തെ ശരിയാവില്ല, എന്താ ചെയ്യണ്ടേ? അല്ല മിസ്, ഇതപ്പോ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഫ്രേസൽ വേർബ് ആണോ? അതെ, ഫ്രേസൽ വേർബ് ഇപ്പോ തന്നിരിക്കുന്ന അപ്പോ ഞാൻ പറഞ്ഞ ഒരു പുട്ടോൺ, പുട്ടോൺ എന്താണെന്ന് ചോദിക്കും, പുട്ടോണിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അപ്പോ 4 ഓപ്ഷൻസ് വരും, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനിങ്സ് വരും. അത് ഏതാണോ കറക്റ്റ് എന്നുള്ളത് അത് പിക്ക് ചെയ്യും. ഓക്കെ, പുട്ടോൺ എന്താണ്? ഇതിന്റെ മലയാള അർത്ഥം ഒന്ന് അറിയാൻ പറ്റുമോ സാർ? മലയാള അർത്ഥമോ? ബ്രേക്ക് അവേ എന്ന് പറയുമ്പോൾ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്? ബ്രേക്ക് അവേ, എസ്കേപ്പ് എന്നാണ് അതിന് മീനിങ്. എസ്കേപ്പ് മീൻസ് രക്ഷപ്പെടുക. The smuggler broke away from the policeman who was holding him. അവരെ പിടിച്ചപ്പോ അവരോടത് broke away. Broke away എന്ന് പറയുമ്പോൾ രക്ഷപ്പെട്ടു, എസ്കേപ്പ് ആയി എന്നർത്ഥം. മനസ്സിലായോ? അപ്പോ ഫ്രേസൽ വേർബിന് നേരെ കൊടുത്തിരിക്കുന്ന മീനിങ് ആണ് ബ്രേക്ക് അവേ, എസ്കേപ്പ്, രക്ഷപ്പെടുക എന്നാണ്. ബ്രേക്ക് അവേ എന്ന് പറയുന്നത് രക്ഷപ്പെടുക എന്നാണ്. രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ ബ്രോക്ക് അവേ എന്ന് വരും. ബ്രോക്ക് ആണ്, ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക് ആയിട്ട് വരും. ബ്രോക്ക് അവേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെടുക, ബ്രേക്ക് അവേ. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് ബ്രോക്ക് അവേ ആണ്, രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഓരോന്നിന്റെ മീനിങ് വരുന്നത്. ബ്രേക്ക് ഡൗൺ, destroy, defeat, നശിപ്പിക്കുക. ബ്രേക്ക് ഇൻടു, enter by force.
ബോത്തിലൂടെ എൻ്റർ ആവാം. ബ്രേക്ക് ഓഫ്, എൻഡ്, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ബ്രേക്ക് ഔട്ട്, ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് തുടങ്ങാം. ബ്രേക്ക് ത്രൂ, ഫോഴ്സ് എ വേ ത്രൂ. ബ്രേക്കപ്പ്, ബ്രേക്കപ്പ് എന്താ അറിയാലോ അതല്ലേ. ബ്രേക്കപ്പ് പിരിയുക, രണ്ടായി പോവുക, ഡിവൈഡ് ഇൻടു സ്മോളർ പീസസ്. കണ്ടോ, അങ്ങനെയാണ് ബ്രേക്കപ്പിന് മീനിങ് വരാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. ക്ലിയർ അല്ലേ? അല്ലേ? ഈ മിസ് ഈ വൈൻഡ് അപ്പ്, ക്ലീൻ ടു, അത് രണ്ടും എന്താ? വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ് എന്താ? ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ് എന്ന് ഞാൻ പറയാറുണ്ട് ലാസ്റ്റ് പോകുമ്പോൾ. ഫിനിഷ്. Then cling to, stick on ചെയ്യാ, stick ചെയ്യാ. Children cling to their mother's clothes when they see strangers. Stick ചെയ്യാന്ന് പറയുമ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോ കുട്ടികൾ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വരില്ലേ, പിടിച്ചിങ്ങനെ സ്റ്റിക്ക്. ഓക്കെ, അതാണ് cling to. Children cling to their mother's clothes when they see strangers. Strangers-നെ കാണുമ്പോ കുട്ടികളെ നമ്മുടെ ഡ്രസ്സിങ്ങനെ പിടിച്ച് നിൽക്കും. പേടിച്ചിട്ടാണോ അല്ലെ, ഒരു സ്ട്രേഞ്ചർ ആണോ ഒരു പേടി പോലെ കാണിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള, സ്റ്റിക്ക് ടു their clothes. മനസ്സിലായോ? ആ മീനിങ് ആണ് വരാം. അതായത് ഫ്രീസൽ വേർബ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് ഫ്രേസൽ വെർബ്. കുറ്റോൺ എന്താണ്? വെയർ, ധരിക്കുക എന്നാണ്. പ്ലീസ് wear your shirt. ദയവായി ഷർട്ടും ധരിക്കൂ. അപ്പൊ നമുക്ക് വേറെന്ന് പറയുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, put on your shirt പറയാം. wear your shirt എന്ന് പറയുന്നതിന് പകരം put on your shirt എന്ന് പറയാം. Okay? Clear? മാം ഇന്ന് ഇതാണോ എടുത്തത്, ഫ്രേസൽ വെബ്സ് ആണോ എടുത്തത്? എടുക്കാൻ ഉദ്ദേശിച്ചതല്ല. എന്താണ് ക്ലാസ് എടുക്കേണ്ട കുറച്ച് ടീച്ചേഴ്സ് വന്നില്ല, ഇന്ന് ആബ്സെന്റ് ആയിരുന്നു. അതെ, ഞാൻ ജസ്റ്റ് ജോയിൻ ആയുള്ളൂ, അതാ ചോദിച്ചത്. ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഫ്രേസൽ വെർബിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഫ്രേസൽ വെർബ് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി വെക്കാം, എക്സാമിന് ചിലപ്പോൾ അത് വരാൻ ചാൻസ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഈ യൂണിറ്റ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ആണ്, ആണ്. അതൊക്കെ ഡയറക്റ്റ് സ്പീച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കുറച്ചൊരു മെച്ചം. ഇന്ന് ഇംഗ്ലീഷ് ഡേ പ്രോഗ്രാം അല്ലത് ഉണ്ടായിരുന്നോ? വേൾഡ് ഇംഗ്ലീഷ് ഡേ അല്ലേ ഇന്ന്? ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പ്രോഗ്രാം ഒന്നും തീരുമാനിച്ചല്ല വന്നത്, കാരണം നമ്മുടെ ക്ലാസ് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് വിഷുവിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ഇന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണോ എന്ന് വിചാരിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും തീമോ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചതാ, ഇപ്പൊ കേറിയതോണ്ടേ. ആർക്കും അറിയില്ലായിരുന്നു. ആണോ? ആർക്കെങ്കിലും അറിയായിരുന്നോ? ലോക പുസ്തക ദിനല്ലേ ഇന്ന്? ഇംഗ്ലീഷ് ഡേ ആണ്. ഇവിടെ മക്കൾക്ക് അതിന്റെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലും ഉണ്ടായിരിക്കുമല്ലോ ഷേക്സ്പിയറിന്റെ ഡ്രാമയൊക്കെ കുട്ടികളോട് അവതരിപ്പിക്കാനൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ക്ലാസ്സുകളിൽ. നമ്മള് സ്കൂളിൽ അവര് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നേ. ഇപ്പൊ ഷേക്സ്പിയറിന്റെ കോട്സ് എഴുതിയിട്ട് ബുക്ക് മാർക്സുകൾ ഉണ്ടാക്കണം, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മനസ്സിലായത്. ശരിക്കും മക്കൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ശരിയാണ്. ഇപ്പൊ ഈ ന്യൂട്രീഷൻ ഡേ വീക്കാണ്. പിന്നെ സ്കൂളിലെ സലാഡ് മേക്കിംഗ് ഒക്കെയാണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോയിട്ട്.
അപ്പോ അതുകൊണ്ട് നമ്മൾ അതും അറിയുന്നത്. നമുക്കൊന്നും അറിയില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോ ചാപ്റ്റർ വൈസ് ആണെങ്കിൽ കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാനുള്ളൂ. അതോടുകൂടി ഇംഗ്ലീഷ് ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. പിന്നെ എന്താ പറയാ, ആക്ടിവിറ്റീസ് ഒക്കെ തരണമെന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറ്റില്ല, കാരണം ക്ലാസ് അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊന്നും തരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തെങ്കിലും ടോപ്പിക് റെപ്ലിക്കേഷൻ അതൊക്കെ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സില് ഗ്രൂപ്പ് നമ്പർ 3 ഉണ്ടാവോ ഇല്ലയോ? അവരില്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 4 അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ടോപ്പിക് അല്ല കേട്ടോ, അത് തന്ന ടോപ്പിക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗ്രൂപ്പില് ഇൻഫോം ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. ക്ലാസ്സിൽ അവരെ ജോയിൻ ചെയ്യണം. ഓക്കെ, എല്ലാവരുടെ കൂടിയാണോ പറയുന്നത്? ഗ്രൂപ്പ് നമ്പർ 3 ജയിച്ചപ്പോഴാണ് അവരെന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ജോയിൻ ചെയ്യണം എന്ന് പറയണം. കാരണം ഞാൻ അവർക്ക് ടോപ്പിക് കൊടുത്തതാണ്. ഇനി ഞാനത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ അവർക്ക് കൊടുത്തതാണ്. ബാക്കി എല്ലാവരും ഇത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ട് അവർക്ക് ക്ലാസ് എടുത്തിട്ട് പോകാൻ പറയും. ഓക്കെ, എല്ലാവരുടെ കൂടിയാണ് കേട്ടോ, എല്ലാവരും ഇൻഫോം ചെയ്യണം. ഓക്കെ, ഓക്കെ മിസ്, ഇൻഫോം ചെയ്തോളാം. അതുകൊണ്ടാണ് ക്ലാസ് എന്ന് ഇല്ലാതെ പോയി. അപ്പോ ആ ചാപ്റ്റർ കഴിഞ്ഞാല് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ചാപ്റ്റർ കഴിയും. പിന്നെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് ചെയ്യാം കേട്ടോ. കുറച്ച് ടോപ്പിക് ഞാൻ തരാം, അതൊന്ന് പ്രസന്റ് ചെയ്യണം, ഇത് സംസാരിക്കണം. റെഡിയാണോ എല്ലാവരും? ആ ടൈമില് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്യാതിരിക്കരുത്. നിങ്ങളെല്ലാവരും വില്ലിങ് ആണോ ഇംഗ്ലീഷിൽ സംസാരിക്കാനും ടോപ്പിക് പ്രസന്റ് ചെയ്യാനും? റെഡിയാണോ അല്ലയോ? ട്രൈ ചെയ്യാം മാം. ട്രൈ ചെയ്യാം എല്ലാവരും. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു ടോപ്പിക് ജസ്റ്റ് ടോപ്പിക് ഒന്ന് സജസ്റ്റ് ചെയ്തേ. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാലോ. ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയൂ. ഷേക്സ്പിയറിന്റെ എന്താണ് വർക്ക് അറിയോ? ആരെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഷേക്സ്പിയറിന്റെ വർക്ക് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? പണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഓർമ്മയില്ല സത്യത്തില്. ഏതൊക്കെയാണ് വർക്ക്, ഏതൊക്കെയാണെന്നെങ്കിലും അറിയോ ആർക്കെങ്കിലും? മെർച്ചന്റ് ഓഫ് വെനീസ്. ഹാംലെറ്റ്. മിസ്, മെർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയറിന്റെ അല്ലേ? ഇഷ്ടമാണ് കേട്ടോ, ഞാൻ ഇത്രയും നോളജ് ഉള്ള ഒരു വ്യക്തിയല്ല. നിങ്ങളൊക്കെ പോലെ ഒരു വ്യക്തിയാണ്, കുറച്ചൊക്കെ അറിയാം എനിക്ക്. ഇനി എന്താണ്? മിസ് പോയോ? ഇത് പോയിട്ടില്ല കേട്ടോ, ഇത് ചുമയാണ്, ചുമക്കാൻ പോയതാ. ഓക്കെ, നമ്മൾ 10th ഷേക്സ്പിയറിന്റെ ഒരു വെറോണ, ടു ജെന്റിൽമാൻ ഓഫ് വെറോണ, ഷേക്സ്പിയറിന്റെ അല്ലേ? 10th ചെറിയൊരു ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്, 10th പഠിച്ച ഇംഗ്ലീഷില്. പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ് അതൊക്കെ അറിയാലോ, അത് ഫേമസ് ആണ്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ഫേമസ് ആണ്.
പിന്നെ ലിറ്ററേച്ചർ പഠിച്ചവരായിരിക്കും കേട്ടോ. ഉണ്ടോ? പിന്നെ ഇതാ ഇതൊക്കെ ഫേമസ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. റോമിയോ ജൂലിയറ്റ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഇതാണ് ഒതല്ലോ. ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു, ലിറ്ററേച്ചറിൽ മിക്കതും ഷേക്സ്പിയറിന്റെ തന്നെ ഒരു ബുക്ക് പഠിക്കാൻ തന്നെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ ഒരു ബുക്ക് തന്നെയുണ്ട് ഷേക്സ്പിയർ. ആന്റണി ആൻഡ് ക്ലിയോപാട്ര. മാക്ബത്ത്. പിന്നെ കിങ് ലിയർ. പിന്നെന്താ ഒരു ടോപ്പിക് പറയും നിങ്ങള്, പ്രസന്റേഷന് വേണ്ടി ഒരു ടോപ്പിക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം, ആ ടോപ്പിക് കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഒരു സജസ്റ്റ് ചെയ്യും എല്ലാവരും. സോറി, നോട്ട് ഫീലിംഗ് ഗുഡ്, അതുകൊണ്ടാണേ. ഓക്കെ, പറയൂ, ഒരു ടോപ്പിക് പറയൂ. എപ്പോഴെങ്കിലും ഞാൻ ക്ലാസ്സിലെതുപോലെ പ്രസന്റേഷൻ ചെയ്യാൻ ടോപ്പിക്കോ ഇത് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുന്നോ? എനിക്ക് ടോപ്പിക് നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? നമ്മളാ കോൺഫിഡൻസിന്റെ അതാകെ പാളിപ്പോയി. ആർക്കും കോൺഫിഡൻസ് ഇല്ലാതെയാണ് പറഞ്ഞത്. നല്ല ടോപ്പിക് കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞു. ഞാൻ ടോപ്പിക് തരാൻ കാരണം എന്താണെന്നറിയോ? കോൺഫിഡൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത് അങ്ങനെയായിപ്പോയി, കോൺഫിഡൻസ് ഇല്ലാതെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു. നമുക്ക് സംസാരിക്കാനൊക്കെ നല്ല താല്പര്യം ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ക്യാമറ ഓൺ ആക്കി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് മാറിക്കോളും, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ക്യാമറ ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് പറയാൻ കാരണം എന്താണെന്നറിയോ? അത് നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പേടിയായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതായിരുന്നു. ഒന്ന് ആലോചിച്ചു, ഇത്രയും നമ്മൾ ഒരുപാട് മന്ത്സ് ആയി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അല്ലെ, സംസാരിക്കാൻ. ഇപ്പോഴും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ട് ക്ലാസ്സിൽ. എന്തുകൊണ്ടാണ്? അവരിതുവരെയും ചെയ്തിട്ടില്ല, പേടിയാണ്. പക്ഷെ അത് അൺമ്യൂട്ട് ചെയ്താൽ മാത്രമല്ല പേടി മാറുള്ളൂ. ശരിയാണ് മിസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്യാമറയും അങ്ങനെയാണ്. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചു. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഓൺലൈൻ ക്ലാസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എനിക്ക് നിങ്ങളെ പോലെ തന്നെയായിട്ട് ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വന്നിരുന്നപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ക്യാമറ വേണം. ഫസ്റ്റ് നമുക്ക് ക്യാമറ നമ്മൾക്ക് തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മൾ തന്നെ ഫേസ് ചെയ്യണമല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫസ്റ്റ് ടൈം അല്ല. എനിക്കും ആ പറഞ്ഞ പേടി ഭയങ്കരമായിരുന്നു. ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, ഓൺലൈൻ ക്ലാസ് ആണല്ലോ, എങ്ങനെയാ എടുക്കുക, ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കണമല്ലോ എന്നൊക്കെ പേടിയായിരുന്നു. പക്ഷെ നമുക്ക് ചെയ്തു. ഫസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് ക്ലാസ് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ ടെൻഷനുകൾ മാറി. അത് ചെയ്താലേ പറ്റും, ചെയ്ത ടെൻഷൻ മാറും, അതൊരിക്കലും മാറില്ല. ഓക്കെ, ആദ്യം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം, അപ്പൊ അവര് കോൺഫിഡൻസ് ലെവൽ വരും. ശേഷം ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുമ്പോൾ രണ്ടും രണ്ടാണ്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ സെൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇയറിംഗ് സെൻസ് മാത്രമേ ഉള്ളൂ, കേൾക്കാം മാത്രമേ അല്ലെ. അത് വെച്ചിട്ട് നിങ്ങൾ കേൾക്കാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരാം. ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കൂൾ ആയിട്ട് സംസാരിക്കാം. എവിടെയെങ്കിലൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ അറിയുന്നില്ലല്ലോ ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത് അല്ലെ. പക്ഷേ ക്യാമറ ഓൺ ചെയ്തിട്ടാണെങ്കിലോ എന്റെ ബോഡി ലാംഗ്വേജ് മാറുന്നുണ്ട്. നിങ്ങൾ എന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നുണ്ട്, എങ്ങനെയാണ്
മിസ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെ? മിസ് എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? എന്റെ ബോഡി ലാംഗ്വേജ് നോട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്ന രീതി നോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? യെസ് മിസ്. അപ്പോ അങ്ങനെ സംസാരിക്കാൻ നമുക്ക് ധൈര്യം വരണ്ടേ? ക്യാമറ ഓൺ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി, അല്ലേ? അപ്പോ ആ ഒരു പേടി മാറ്റണ്ടേ? നമുക്ക് ഓൺലൈൻ ഇത്രയും റീച്ച് കിട്ടിയത്, അല്ലെ? ഓൺലൈൻ ക്ലാസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയത് കോവിഡ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ ഫേസ് ചെയ്ത് ക്ലാസ് എടുക്കാനൊക്കെ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ കാരണം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനാണ്. പക്ഷെ ഇനിയും അങ്ങനെ ആയിക്കോളുന്നില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളത് ഫേസ് ചെയ്തേ പറ്റൂ, അല്ലേ? കോൺഫിഡൻസ് ലെവൽ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഇനി ഉണ്ട് പോവാം. പക്ഷേ നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ എല്ലാം ഉണ്ടല്ലോ. ഓൺലൈൻ എന്താണ് ശരിയാണ്, എല്ലാം തെറ്റാണ്. സോ ഓൺലൈൻ ഇന്റർവ്യൂ വന്നാൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യണ്ടേ, അല്ലേ? ഇതൊക്കെ ഇവിടെ നീ പഠിച്ചിട്ട് പോകും. അത് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നീ പഠിച്ചിട്ട് പോകും. എല്ലാ ടെൻഷനും ഇവിടുന്ന് ഈ ക്ലാസ്സിൽ തന്നെ മാറ്റി പോവുക. അതുകൊണ്ട് എല്ലാവരും ടോപ്പിക് പ്രസന്റേഷൻ ആണെങ്കിൽ, അല്ലാതെ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യൂ. അതോടുകൂടി ആ ടെൻഷനുകൾ മാറും. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞാൻ അന്ന് ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എത്തിച്ചത് കൊണ്ട് എനിക്കിപ്പോ പേടിയില്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറയോ? പറയണോ? അങ്ങനെ പറയണോ? ആലോചിച്ച് നോക്കൂ. ഇതാണ് ഞാൻ മാത്രം പറയുന്നത്. നിങ്ങൾക്ക് മിണ്ടുന്നില്ല. കേൾക്കുന്നുണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എനിക്കൊന്ന് കട്ടായി പോയി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണോ? അതായത് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ, അതാ ഞാൻ പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് വരണ്ടേ, നമുക്ക് ധൈര്യം വരണ്ടേ? എവിടെയെങ്കിലും ചെന്ന് ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണോ, ഓക്കെ, എന്നാലും ഞാൻ തുടങ്ങി എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ എടുക്കാം. പേടിയിലാണ് പറയണ്ടേ? പറയണം മിസ്. നമുക്ക് രശ്മി അന്ന് ക്ലാസ് എടുത്തപ്പോ ആദ്യം ടെൻഷൻ ഉണ്ടായത് പിന്നെ കൂളായില്ലേ? അതെ മിസ്. ഇപ്പൊ ടെൻഷൻ ഉണ്ടാവും ക്യാമറ ഓൺ ചെയ്യാൻ? ഇല്ല, ഷുവറാണ്. ടെൻഷൻ മാറി. ക്യാമറ ഇനി ഓൺ ആക്കി ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള ധൈര്യമുണ്ട്. പറഞ്ഞ ക്യാമറ ഓൺ ആക്കി പറയാൻ പറ്റുമോ? എന്താ മിസ്? ഇപ്പൊ പറഞ്ഞ ക്യാമറ ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റും. ഇത് ചെയ്യൂ. എല്ലാവരും കാണട്ടെ പറയുന്നത്. എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു ക്ലാസ് എടുത്തപ്പോ. പിന്നെ അത് മാറി. ഇപ്പൊ എനിക്ക് ഇപ്പം മിസ് ഒരു ടോപ്പിക്ക് തന്നാലും അത് എടുക്കാനുള്ള ധൈര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. ക്യാമറ ഓൺ ചെയ്തതിന്റെ ഗുണങ്ങളാണ് അല്ലേ? ഓക്കെ, കണ്ടോ? ഇത്രയേ ഉള്ളൂ. അതെന്താണ്, ഫസ്റ്റ് ടൈം ടെൻഷൻ അടിച്ചാണെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കും. അതിന്റെയാണ് കേട്ടോ ആ ഒരു കോൺഫിഡൻസ്. അത് ഞാൻ പറഞ്ഞതിനൊന്നല്ല. ഉപദേശിക്കാനോ അഡ്വൈസ് പറയാനും ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ക്യാമറ ഓൺ ചെയ്യും, കോൺഫിഡൻസ് വരും. ഞാനിത് പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യണം. എന്നാലേ അത് ഫീൽ ചെയ്യാൻ പറ്റും. ലക്ഷ്മി പറഞ്ഞ പോലെ ഇപ്പൊ മിസ് എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് പറയാൻ കാരണം ലക്ഷ്മി അത് ഫേസ് ചെയ്തു. അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതെല്ലാവരും ചെറിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മളത് ഓക്കെ ഫേസ് ചെയ്യാണ്ട് പേടിച്ച് മിണ്ടാതിരിക്കുമ്പോഴാണ് അത് വലുതാണ്. ആരെങ്കിലും ഫേസ് ചെയ്യുന്നാല് ഒരിക്കലും ആ പ്രശ്നം തീരില്ല. മനസ്സിലായോ? എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ധൈര്യത്തോടെ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ
ഞാനാ ലക്ഷ്യത്തോടെയൊക്കെ വന്നിട്ട് ഒരു മനുഷ്യന്റെ മുന്നിൽ ആ ഒരു ആള് അവിടെ കോൺഫിഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും പോകും. മനസ്സിലായോ? അത്രയും നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഫേസ് ചെയ്യാണെങ്കിൽ അത് സിമ്പിൾ. ഇങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലെന്ന് ആരും പറയണ്ട. എല്ലാവർക്കും പറയുന്ന സാധനം കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ആണോ? ശരിയാണോ ഞാനത് പറഞ്ഞത്? അതെ മിസ്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കണം. എല്ലാവരും ഉള്ളിൽ പറയുന്ന സാധനം ഉണ്ട്. കൊടുത്തിട്ട് എടുത്താൽ മതി. കുറച്ചുകൂടെ കിട്ടപ്പെടുത്താം. നമ്മളെല്ലാവരും ഒറ്റക്കാണെങ്കിൽ, ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം വന്നാൽ നമ്മളെല്ലാവരും ജീവിക്കില്ല. ആ സമയത്ത് നമുക്ക് വരുന്നൊരു ധൈര്യം ഇല്ല. അല്ലെ? എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മള് ഒറ്റയ്ക്കാണ് വന്നത്, തിരിച്ചു പോകുന്ന ഒറ്റയ്ക്കാണ്. നമ്മൾക്ക് വേണ്ടി കുറച്ച് നിമിഷങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മൾക്ക് സന്തോഷം കണ്ടെത്തണം. അതിന്റെ ധൈര്യത്തോടെ നമ്മൾ എല്ലാ കാര്യങ്ങളും മുഖത്തേക്ക് പറയേണ്ടി വരും ചിലപ്പോ. ഇല്ലേ? ആണോ? നമ്മളെല്ലാവരും ഹ്യൂമനാണ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കുറച്ചെങ്കിലും സെയിം ആയിരിക്കും. അല്ലെ? അത് ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്തവരാണ് എവിടെയെങ്കിലും എത്തിയിട്ടുള്ളത്. അല്ലാതെ ഉള്ളവരൊക്കെ ഇപ്പോഴും ആ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും. ആണോ? ആ വേണ്ടേ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഓക്കെ, ഞാനും എനിക്കും ഈ പറയുന്ന പോലെ ഒരുപാട് കോൺഫിഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഷൈ ആയിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും ചിന്തിച്ചായിരുന്നു ഞാൻ നടന്നോണ്ടിരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാ അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല, ഒരു സന്തോഷം പോലും കിട്ടുന്നില്ല. അല്ലേ? എനിക്ക് മിസ് ഇതുപോലെ ഫസ്റ്റ് ടൈമിലൊക്കെ സൈൻ ഇൻ ചെയ്യാനും പ്രെയർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പഠിച്ച് ഇപ്പൊ ധൈര്യമായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാനൊക്കെ നല്ല കോൺഫിഡൻസ് ആണ്. പക്ഷെ ചില ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാതെ പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞാല് അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് എഴുതിയിട്ട് ഞാൻ പിന്മാറൊന്നുമില്ല, മുമ്പോട്ട് വരും. അത് പറഞ്ഞല്ലേ പിന്നെ ശരിയാവുള്ളൂ. അല്ലാതെ നമ്മള് പേടിച്ചിരുന്ന എപ്പോഴും നമ്മളെ പേടിച്ചിരിക്കൽ തന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോ അറിയാത്തൊരു ടോപ്പിക്കാണ് പറയുന്നതെങ്കിൽ പറയാ, അപ്പൊ തന്നെ പറയും മിസ് എനിക്ക് അത് അറിയാത്തൊരു ടോപ്പിക് ആണ്, പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം എന്ന് പറയാം. അപ്പോഴും നമ്മളവിടെ കാണിക്കുന്നത് കോൺഫിഡൻസ് ആണ്. മനസ്സിലായോ? എന്തെങ്കിലും ചോദിക്കുമ്പോ നോ എന്നാണെങ്കിൽ നോ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാം. പൊതുവെ ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ചെയ്യില്ല എന്ന് പറയാൻ ഒരു പേര് മടിയാണല്ലോ. ഇങ്ങനെ പറയാം, അയാൾക്ക് വിചാരിക്കും ഇങ്ങനെ പറഞ്ഞാല്. പക്ഷെ നോ എന്ന് മുഖത്തടിച്ചോളം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പറയേണ്ട രീതിയിൽ പൊളൈറ്റ് ആയിട്ട് നോ പറയാം. മനസ്സിലായോ? അങ്ങനെയും പറയണം. മാത്രം പറഞ്ഞാൽ പോരാ. എന്തും ഒരു പറ്റാത്ത കാര്യമാണെങ്കിലും ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറയേണ്ടത് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാം കയറി ചെയ്യാന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരുപാടുണ്ട്. ഓക്കെ എനിക്കത് പറ്റില്ല കേട്ടോ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, സോറി എന്ന് പറയാം. അതൊരു നോയായിരിക്കും. പൊളൈറ്റ് ആയിട്ട് നമുക്ക് സോറി പറഞ്ഞു, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് നമുക്ക് ഹേർട്ടായില്ല. അപ്പൊ അങ്ങനെയും നമുക്ക് നോ പറയാം. ഓക്കെ, നമ്മളിപ്പോ ഈ ക്ലാസ് റൂമിലോ ഈ ഒരു പഠിക്കണ ഭാഗം മാത്രമല്ല, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാല് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോയാല് ഒക്കെ ഫോം ഫില്ല് ചെയ്യാന് അതൊക്കെ നേരിട്ട് പോയാല്, ഒരു ബാങ്ക് പോകുമ്പോഴൊക്കെ നമ്മള് വേറൊരാളെ ആശ്രയിച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം നമ്മൾ അവരോട് ചോദിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ ബാങ്കിലൊക്കെ ആദ്യമായിട്ട് പോകുമ്പോ ഭയങ്കര മടിയായിരുന്നു. അതിൽ എന്റെ ഹസ്ബൻഡ് പറയും, എങ്ങനെ ഞാൻ ഒറ്റക്ക് പോവുക ചോദിച്ചു. ഒറ്റക്ക് പോയിക്കോ, വേറെ ആരാ ഉണ്ടാവുക, ഒറ്റക്ക് പോയാൽ തന്നെ അറിയുള്ളൂ, അപ്പൊ ചോദിച്ചാൽ മതി ആളോട്. അതിനാണ് ഈ വായാന്ന് പറയുന്ന സാധനം തന്നിട്ടുള്ളത്, അല്ലാതെ മിണ്ടാതിരിക്കാനല്ല അറിയാം. അങ്ങനെ ആള് പറഞ്ഞ് ഇപ്പൊ കോൺഫിഡൻസ് എല്ലാത്തിനും ഒറ്റക്ക് പോവാനുള്ള ഒരു ധൈര്യം ഉണ്ട്, എല്ലാ കാര്യത്തിനും. എല്ലാരും ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കും. മക്കളെയും അങ്ങനെ പഠിപ്പിക്കാട്ടോ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ബാങ്കില് എല്ലാവർക്കും വീട്ടിലുള്ള കാര്യങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ലല്ലോ, എന്താ ചെയ്യാ? പക്ഷെ ഒന്നും അറിയില്ലെങ്കിൽ അറിയുന്നവർക്ക് ചോദിക്കാം. അയ്യോ ചോദിച്ചാൽ അവര് എന്തൊക്കെയായിരിക്കും, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണല്ലോ, ഇതൊന്നും അറിയില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കും. ചിന്തിച്ചോട്ടെ, ഇനിയിപ്പോ എന്താ ചിന്തിക്കട്ടെ.
അറിയാത്ത കാര്യം നമ്മൾ ചോദിക്കുന്നു, മറ്റുള്ളവർ എന്ത് പറയണമെന്നില്ല. വിചാരിക്കുന്ന എഴുതി നമ്മൾ നിന്നാല് ആ നൃത്തം തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ തന്നെ നിന്ന് പോയി അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവർക്ക് ചോദിക്കാം, അവർ പറഞ്ഞു പിന്നെ അത് നമുക്ക് പഠിച്ചു, നമ്മളത് പഠിച്ചത് അറിയാം, ചോദിച്ചു അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ പഠിച്ചു. ഇതുപോലെ നമ്മളോടും ഒരാൾ ചോദിക്കും ബാങ്കിൽ ചെല്ലുമ്പോൾ അതെങ്ങനെയാ ചെന്ന് ഫില്ല് ചെയ്യുക, നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സാണ്. അറിയുന്നവര് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുക, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നോക്കുക. മക്കളുണ്ടെങ്കിൽ മക്കളെയും അങ്ങനെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിപ്പിക്കുക. ആൺകുട്ടികളെ ഇല്ലെന്നല്ല, എല്ലാം പറയണം. ഓ പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്, കുട്ടിക്ക് അങ്ങനെ ഒരു ജോലി, ആൺകുട്ടി ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വലാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെല്ലാവരും അമ്മമാരാണ്, അതുപോലെ പഠിപ്പിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കില്ല നമ്മുടെ മക്കൾ അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് കടമയുണ്ട്. വന്ന സാഹചര്യങ്ങളോടുകൂടി അതേപോലെ തന്നെ പറയണം തന്നെ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വളർത്തിയ പോലെ ആയിരിക്കില്ല അല്ലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത്. എന്നോട് അവിടെ പോകണ്ട ഇവിടെ പോകണ്ട എന്നൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചെങ്കിൽ അത് തന്നെ എനിക്ക് എന്റെ മക്കളോട് പറയാൻ പറ്റുമോ? നീ അവിടെ പോകരുത്, ഒറ്റയ്ക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റും? ഇല്ല, കാരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്ക് വേണ്ടത് ഫ്രീഡാണ്, ജീവിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. വരും തലമുറയോട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. പ്രത്യേകിച്ച് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത കോമ്പേഴ്സ് ചെയ്യാൻ പറയാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറയാം. പോർഷൻ കൊണ്ട് കഴിയും, ചാപ്റ്റർ കൊണ്ട് കഴിയും. അതിനുശേഷം കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. നമുക്ക് ടോപ്പിക് പ്രസന്റേഷനിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, കുറച്ച് പേര് ആക്റ്റീവ് ചെയ്യുന്ന ക്ലാസ്സിൽ 2 പേര് സംസാരിച്ചു, 2-3 പേര് വന്ന് സംസാരിക്കുന്നു. ആരും കിട്ടുന്നില്ല. ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ സംസാരിക്കണം. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നും ഞാൻ പറയുന്നില്ലല്ലോ. കംഫർട്ടബിൾ ആയി എല്ലാവരും. ഞാൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ആണോ അല്ലയോ? ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് വിഷമിച്ചത് ഇന്നത്തെ ആ ഗ്രൂപ്പുകാരൊന്നും പറയാത്തോണ്ട് എത്രത്തോളം ടീച്ചർക്കും അത് വിഷമായി, ഞങ്ങൾക്കും അത് വിഷമായി. അവരൊന്നും ഗ്രൂപ്പിലെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പിന്നെ ഉണ്ടാവരുത് കേട്ടോ. അത് നിങ്ങൾ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം എല്ലാവരും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ്, എല്ലാവരും എക്സ്പീരിയൻസ് വഴി പഠിക്കുന്നത്. ടീച്ചർ കോൺവെക്കേഷൻ ഒക്കെ അടിച്ചു വിളിച്ചില്ലേ? ഫോട്ടോസ് കണ്ടു, നല്ല ഭംഗിയുണ്ട്. ടീച്ചറും ആതിര മിസ്സും ചങ്കാന്നാണ് അല്ലേ? ഞങ്ങൾ പഴയ ഫോട്ടോസ് ഒക്കെ കുറച്ച് കണ്ടു, മോഡേൺ ഡ്രസ് ഇട്ടിട്ടില്ലൊക്കെ കണ്ടാലാ. അപ്പൊ ഇപ്പോഴും എപ്പോഴും കാണുമ്പോ 10th പഠിക്കുന്ന ഒരു കുട്ടീന്റെ പോലെ ഉണ്ട് ആ ഫോട്ടോയില് കാണുമ്പോ. സത്യം, ടീച്ചറെ മാത്രല്ല ആതിര മിസ്സിന് മറ്റേ മിസ്സുമാർക്ക് പിന്നെ അത്രയും പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കോൺവെക്കേഷൻ, എനിക്ക് കോൺവെക്കേഷൻ ഉണ്ടാകാം. അപ്പൊ എല്ലാവരും വരും, അത് മീറ്റ് ചെയ്യാം. പിന്നെ വരുമ്പോ എന്നെ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കണ്ടാല് പേര് പറഞ്ഞുകൊണ്ടായില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രൊഫൈൽ നെയിം മാത്രമേ ആൾക്കുള്ളൂ, നേരിട്ട് ആരെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ടീച്ചർ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താം. അങ്ങനെ വേണം. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കരുത് കേട്ടോ. അപ്പൊ എന്നോട് പറയാണ് ജിസ്മു ഫേസാനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും കുറച്ചു നേരം. മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കണ്ട. എല്ലാവരുടെയും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അത് നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ, വീഡിയോ ഓൺ ആക്കാതെയല്ലേ സംസാരിക്കുന്നത്. ഈ ശബ്ദം കേട്ട് മാത്രം എത്ര പേരെ പഠിപ്പിക്കണ്ട്. അപ്പൊ അത് ഞങ്ങളൊരു കടമയല്ല, അങ്ങോട്ട് വന്ന് ഞങ്ങളെ മനസ്സിലാക്കി തരും ഞങ്ങള്. ശരി ശരി. അപ്പൊ നിങ്ങള് എന്തെങ്കിലും പറഞ്ഞാൽ മതിപ്പോ ജിസ്മു ഫേസാന എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഓർമ്മിക്കാം, നോട്ട് ചെയ്യാം. അതുപോലെ കോൺവെക്കേഷന് കുറച്ച് സ്റ്റുഡൻസ് ഒന്ന് വർത്താനം പറഞ്ഞു. പക്ഷെ ചിരിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ചിരിച്ചു അല്ലാതെ
ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കിയപ്പോ മനസ്സിലായി. അതുപോലെയാണ് ഇനി വരുമ്പോ സംസാരിക്കാൻ വരാ, എന്തായാലും സംസാരിക്കും. ചിരിച്ച് അവിടെ നിന്ന് മാറി നിന്ന് ചിരിക്കരുത്, സംസാരിക്കാം, വന്ന് സംസാരിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ക്ലാസ്സിൽ സംസാരിക്കുന്ന പോലെ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കാം. ഒരു വെറുതെ ഹായ് ബൈ പറഞ്ഞു പോകരുത്. ആ മിസ് അശ്വതി മിസ് ഹായ് എന്ന് പറഞ്ഞ് പോകരുത്, സംസാരിക്കണം. ഓക്കെ, സംസാരിക്കും. അപ്പോ അത്രയ്ക്കുള്ളൂ. സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, that's all. ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ആകെ കൊളായി കിടക്കണേ. തോട്ട്സ് പറയാൻ വേറൊരു കുട്ടിയായിരുന്നു, പക്ഷെ അവള് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നീ തോട്ട്സ് പറയുമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഏറ്റെടുത്തതാണ്. ബാക്കിയുള്ളവരോട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞില്ല, ആരും റെസ്പോൺസ് ചെയ്യുന്നില്ല. ആതിര മിസ് കുറച്ച് പേരെ ആക്കിയിരുന്നു സൈൻ പ്രേയറിന്, എന്താ വെച്ചാൽ ആരും വരുന്നില്ല. ഈ ചെയ്തവരെന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ, ആരും വരുന്നില്ല. ലീഡർ ഉണ്ടായിരുന്നു, ലീഡർ ഒന്നും ഇല്ല ഇപ്പൊ നിഷ ഉണ്ട്. നിഷയ്ക്ക് ഇന്ന് വേറെ ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അവള് പുറത്തായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മൊത്തത്തില് എനിക്ക് തോന്നി മൊത്തത്തില് ഒരു സൈലന്റ് ആണ് ക്ലാസ്, ആക്റ്റീവ് അല്ല. നമ്മൾ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുത്തു കേട്ടോ. കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ ഈ കോഴ്സ് കഴിയാനായിട്ട്, അതുവരെയും ആക്റ്റീവ് ആയിട്ടിരിക്കും എല്ലാവരും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, teacher.